Hi friends, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തു. അതായത് ഫസ്റ്റ് പാർട്ട്, ഈ വീഡിയോയുടെ തന്നെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു. അതായത് SSLC മോഡൽ എക്സാമിനേഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റത്തെ ഒരു 21 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബാക്കിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 22ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ്. ഫസ്റ്റത്തെ 21 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്കിന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ 21 നമ്മൾ ചെയ്തു. ഇനി ബാക്കി. Okay, answer any 5 questions from 20 to 28. Each question carries 5 scores. 5 into 5, 25 marks. അതായത് 22 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the figure, O is the origin and A80, B06 are 2 points. ചിത്രത്തിൽ O എന്ന് പറയുന്നത് ആധാര ബിന്ദുവാണ്. കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ ആണ് അല്ലെ, സൂചക സംഖ്യകൾ. A തന്നിട്ടുണ്ട് 80, B06 എന്നിവയാണ്. ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Write the coordinates of center of the circle with AB as diameter. അതായത് AB ഡയമീറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ലെങ്ത് തന്നിട്ടാ. ഇവിടെ B എന്ന് പറയുന്ന ഒരു പോയിന്റും ഇവിടെ ഒരു A എന്ന് പറയുന്ന പോയിന്റും. ഈ AB യെ ഡയമീറ്റർ ആക്കിയിട്ട് അഥവാ AB യെ വ്യാസമാക്കി വരക്കുന്ന വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ. AB വ്യാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ത് വരിക, സെന്റർ വരിക അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം എഴുതണം. ഓക്കെ, വൃത്തത്തിന്റെ സമവാക്യം, സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് കേട്ടോ. അടുത്തെന്താണ്, ഇഫ് വൺ എൻഡ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ദ ഒറിജിൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ എൻഡ് ഓഫ് ദിസ് ഡയമീറ്റർ. അതായത് ഈ വൃത്തത്തിന്റെ ഒരറ്റം ആധാരബിന്ദു ആണ്. ഒരു വൃത്തത്തിന്റെ ഒരറ്റം ആധാരബിന്ദുവായ വ്യാസത്തിന്റെ, അതായത് ആധാരബിന്ദുവിൽ നമ്മളൊരു സർക്കിൾ വെച്ചിട്ട് ആധാരബിന്ദുവിൽ കൂടി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ ബിന്ദുവിൽ നിന്നും ഒരു വ്യാസം വരയ്ക്കുക, ഡയമീറ്റർ വരയ്ക്കുക. എങ്കിൽ മറുവശത്ത്, അതായത് വൃത്തത്തിന് തട്ടുന്ന ആ ഭാഗത്തുള്ളതിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ. A, B എന്ന് പറയുന്ന 2 പോയിന്റുകൾ, O എന്ന് പറയുന്ന ഒറിജിൻ ആണ്. 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. A80, B06 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ വിത്ത് AB as ഡയമീറ്റർ. AB വ്യാസമാക്കിയിട്ട് നമ്മളിവിടെ നോക്കുക, ഈ AB എന്ന് പറയുന്ന സൈഡിന് അല്ലെങ്കിൽ ലൈനിനെ വ്യാസമാക്കിയിട്ട് ഡയമീറ്റർ ആക്കിയിട്ട് സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ, റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ ഡയമീറ്ററിന്റെ സെന്റർ ആയിരിക്കും എന്ത് വരിക, ഒറിജിൻ അഥവാ സർക്കിളിന്റെ സെന്റർ വരിക. ഒറിജിൻ അല്ല, സർക്കിളിന്റെ സെന്റർ വരിക. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ, സർക്കിളിന്റെ സെന്ററിന്റെ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ AB വ്യാസമായതുകൊണ്ട്, ഡയമീറ്റർ ആയതുകൊണ്ട് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. ഓക്കെ, ഫൈൻഡ് ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് കാണുന്നത് എങ്ങനെയാ, x1 plus x2 by 2 and y1 plus y2 by 2. നമുക്കിവിടെ നോക്കാം, നമുക്ക് ഈ A തന്നിട്ടുണ്ട് 80. അപ്പൊ നമുക്ക് ഇതിനെ x1 എന്ന് കൊടുക്കാം. ഇത് x1, ഇതോ y1, ഇത് x2, ഇത് y2. അപ്പൊ ഇനി കൊടുക്കാലോ, x1 plus x2 ഏതാ, 8 plus 0 by 2 and y1 plus y2, y1 എന്താ 0 plus 6 by 2. 8 plus 0 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 by 2 4 കിട്ടും. 0 plus 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 by 2 3 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടി, 4, 3. ഇതായിരിക്കും സെന്ററിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് എന്ത്, HK എന്ന് പറയുന്ന 2 പോയിന്റുകൾ സെന്റർ ആയിട്ട്, അല്ലെങ്കിൽ 2 പോയിന്റുകൾ നമുക്ക് സെന്റർ ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ x മൈനസ് എന്ന് പറഞ്ഞാൽ അല്ലേ, എന്താണ്, x മൈനസ് A the whole square plus y minus B the whole square equal to r square. ഇതിൽ A, B എന്ന് പറയുന്നത് എന്താണ്, സെന്ററുകളാണ്. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്നത് 4 ആണ്, B എന്ന് പറയുന്നത് 3 ആണ്. സെന്ററിന്റെ കോർഡിനേറ്റ്സിനാണ് നമ്മൾ എന്താ പറയുക, AB എന്ന് പറയുക. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഓക്കെ, നമ്മൾ കോർഡിനേറ്റ്സിൽ പഠിക്കുന്നതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എന്ത് കാണണം, റേഡിയസ് കാണണം. വേണ്ടേ, റേഡിയസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 2 പോയിന്റുകൾ തന്നാൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടാൽ മതി അല്ലേ. നമുക്ക് ആ ഡിസ്റ്റൻസുകൾ കാണാൻ എന്താ, x2 minus x1
പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. റേഡിയസ് കാണണല്ലോ, ഒന്നെങ്കിൽ 4ഉം 4380 എടുക്കാം, അല്ലെങ്കിൽ 0643 എന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 8043 ആണ്. ഇവിടെ നിന്ന് രണ്ട് ലെങ്ത്തും ഈക്വൽ ആയിരിക്കും കേട്ടോ, രണ്ട് ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ലെങ്ത് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ലെങ്ത് ആണ്, 43ഉം 80ഉം വരുന്ന ലെങ്ത്. ഓക്കെ, അപ്പോൾ x2 43നെ x1 y1ഉം x2 y2നെ 80 എടുത്തു. അപ്പോൾ x2 മൈനസ് x1 8 മൈനസ് 4, ഓക്കെ, ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 3 y2 മൈനസ് പറയുമ്പോൾ 0 മൈനസ് 3 മറ്റേ 8 മൈനസ് 4 രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് പോവാം. അപ്പോൾ 8 മൈനസ് 4 എന്ത് കിട്ടും, 4. അപ്പോൾ 4ന്റെ സ്ക്വയർ പ്ലസ് 0 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 3 ആണ്. മൈനസ് 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ എത്രയാ, 4ൻ്റെത് 16 പ്ലസ് 3ൻ്റെത് 9, 16 9 കൂട്ടുമ്പോൾ 25 കിട്ടും. റൂട്ട് ഓഫ് 25 പറഞ്ഞാൽ എത്രയാണ്, 5. ഓക്കെ, അപ്പോൾ റേഡിയസ് കിട്ടി 5. ഇനി നമുക്ക് ഇക്വേഷൻ കാണാലോ. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ്, x മൈനസ് a the whole square plus y minus b the whole square equal to r square. എയും ബിയും നമുക്കറിയാം എന്താണ്, 4 3, ആറും കിട്ടിയ 3 5, അത് കൊടുക്കുക. അപ്പോൾ എന്തൊരു x മൈനസ് 4 the whole square plus y minus 3 the whole square equal to 5 square. ഇവിടെ എയും ബി എന്ന് പറയുന്നത് സെന്ററിന്റെ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എയും ബിയും പറയാം കേട്ടോ. സെന്ററിന്റെ കോർഡിനേറ്റിനെയാണ് എ ബി എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്തു. അപ്പോൾ x മൈനസ് 4 the whole square plus y minus 3 the whole square equal to 5 square equal to, നമ്മളിതിനെ a മൈനസ് ബി the whole square. എന്താ a മൈനസ് ബി the whole square? a മൈനസ് ബി the whole square നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, a square minus 2ab plus b square. ഇതാണ് a മൈനസ് ബി the whole square. ഇത് നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്റെ സ്ഥാനത്ത് x ആണ്, ബിന്റെ സ്ഥാനത്ത് 4 ആണ് കൊടുത്തു. അപ്പോൾ x സ്ക്വയർ മൈനസ് 2ab എന്നാണ്. അപ്പോൾ 2ab, എയും ബിയും ഗുണിക്കുമ്പോൾ എന്തായി, 2 × 4 എത്ര, 8 ആയി. പിന്നെ x, അപ്പോൾ 8x പ്ലസ് ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16 പ്ലസ് y മൈനസ് 3 ഇതേപോലെ തന്നെ a മൈനസ് ബി തന്നെയാണ്. അപ്പോൾ എന്റെ സ്ക്വയർ y സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ 2 × 3 6 × y 6y പ്ലസ് ബി സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാണ്, 25. അപ്പോൾ ഇനി എക്സ് സ്ക്വയർ നമുക്ക് ടേമുകളൊക്കെ ഒന്നിച്ച് ചെയ്താം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദെൻ മൈനസ് 8x മൈനസ് 6y ടേമുകളൊക്കെ ഒന്നിച്ച് എഴുതി വേരിയബിൾസിന്. ഇനി കോൺസ്റ്റന്റുകൾ എത്രയൊക്കെയാണ്, ഒരു 16 ഉണ്ട്, ഒരു 9 ഉണ്ട്. അത് എഴുതാം. 16 + 9 ഈക്വൽ ടു 25. ഓക്കെ, 16 + 9 എത്രയാണ്, 25 ആണ്. ഈ 25നെ പ്രത്യേകം കൊണ്ടുവന്നു. ഓക്കെ, 25 മൈനസ് 25 ആയി. 16 + 9 25 ആണ്. 25നെ പ്രത്യേകം കൊണ്ടുവരുമ്പോൾ മൈനസ് 25 ആയി. അപ്പോൾ ഇവിടെ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ 25 മൈനസ് 25 എന്താണ്, 0. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ടാവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x മൈനസ് 6y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത് എന്തായിരുന്നു, ഇഫ് വൺ എൻഡ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ ഈസ് ദ ഒറിജിൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 2 ends ഓഫ് ദിസ് ഡയമീറ്റർ. ഓക്കെ, അതായത് ഒരു സൈഡ് എന്താണ്, ഡയമീറ്ററിന്റെ ഒരു വശം ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റേ വശത്തിലെന്ന് കാണാനാണ്, മറ്റേ വശത്തിന്റെ കോർഡിനേറ്റ്സ് കാണാനാണ്. നമുക്കൊരു സർക്കിളും ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് തന്നിട്ടില്ലേ, നമ്മൾ ഡയമീറ്റർ ഒറിജിൻ എന്തെടുത്തു, 0 0 ആക്കി എടുത്തു. ഓക്കെ, ഒറിജിനെ നമ്മൾ 0 0 ആക്കി എടുത്തു. അതേപോലെ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് കാണേണ്ടത്, ഡി ആണ് നമുക്ക് കാണേണ്ടത്. അതിനെ നമ്മൾ XY നിർത്തും. നമുക്ക് മിഡ് പോയിന്റ് കാണുന്ന ഇക്വേഷൻ അറിയാം അല്ലേ, എന്താ, x1 + x2/2 y1 + y2/2. നോക്കി, ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതിനെ നമ്മൾ XY എന്ന് എടുത്താണ്ട് ഈ മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാലോ. ഈ പോയിന്റ് എത്രയാണ്, 0 0 ആണ്. ഒറിജിൻ ആയതുകൊണ്ട് 0 0. മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്, മിഡ് പോയിന്റ് ഇക്വേഷൻ നമ്മൾ എഴുതാം അല്ലേ. എന്താണ്, 0. ഇതിനെ x1 എടുത്താൽ 0 + d ന്റെ x. അപ്പോൾ 0 + x/2 ആൻഡ് 0 + y/2. 0 + x/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. എക്സിന്റെ വാല്യൂ അല്ലെ, സെൻട്രലിലെ എക്സിന്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. അതേപോലെ 0 + y/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, സെൻട്രലിലെ വാല്യൂ 3 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ. ഇതിനെ 0 0യും ഇതിനെ XY എന്ന് എടുത്തിട്ട് മിഡ് പോയിന്റ് ഇക്വേഷനിൽ കൊടുത്തു. മിഡ് പോയിന്റ് നമുക്കറിയാം 4 3 ആണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യാം. 0 + x/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. 0 + x എന്ന് പറഞ്ഞാൽ x ആണ്. 2നെ പ്രത്യേകം കൊണ്ടുവരാം. അപ്പോൾ എന്തായി, 4 × 2 x = 8 ആയി. ഇനി അതേപോലെ y, 0 + y/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. 2നെ പ്രത്യേകം കൊണ്ടുവരാം. അപ്പോൾ എന്താവും, 0 + y = 3 × 2 y = 6. അപ്പോൾ dxy എന്തായിരിക്കും, d എന്തായിരിക്കും, 8 6. അപ്പോൾ d ന്റെ കോർഡിനേറ്റ് കിട്ടിയില്ല, എത്രയാ, 8 6. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ 3 cm ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾ 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. അതായത് അന്തർവൃത്താരം, സർക്കിൾ ഉള്ളിലാണ് വരേണ്ടത് കേട്ടോ.
അന്തർവൃത്താണ്. ഓക്കെ, ഇൻ സർക്കിൾ ആണ്. നമ്മൾ സെമി സർക്കിൾ, എന്താ സർക്കം സർക്കിൾ അല്ല, പരിവൃത്തല്ല. പരിവൃത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇൻ സർക്കിൾ ആണ്, അഥവാ അന്തർവൃത്താണ് പറയുന്നത്. അതിന്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കണം. അതേപോലെ രണ്ട് കോണുകൾ എന്തായിരിക്കണം, 50, 70. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു ത്രികോണം വരയ്ക്കാൻ നമ്മൾ ടാൻജന്റിൽ പഠിച്ചതാണ്. നമ്മൾ ടാൻജന്റിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇങ്ങനെ വരച്ചാൽ ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ, ടാൻജന്റ് ആണെങ്കിൽ കേട്ടോ, അത് രണ്ടും ടാൻജന്റ് ആണല്ലോ 90 ഡിഗ്രി വരുമ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സും അതേപോലെ ഇവിടെയുള്ള y എന്ന് പറയുന്ന ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഇത് നമ്മൾ ടാൻജൻസിൽ പഠിക്കുന്നതാണ്. ഓക്കെ, എക്സും വൈയും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50ന്റെ ഒക്കെ, ഇപ്പോൾ ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 50, 180 50 കുറച്ചാൽ മതി. ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 70 കുറച്ചാൽ മതി. ഇനി 50 70 മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 7 12 60 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ 180 60 കുറച്ചാൽ മതി അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ആംഗിൾ സർക്കിളിൽ വരച്ചാൽ മതി, 180 മൈനസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ വരക്കാനുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻജന്റ് വരച്ചാൽ മതി. വരക്കണ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ആംഗിളുകൾ കാണാം. 180 മൈനസ് 50 നമ്മൾ ഫസ്റ്റ് എത്ര വരക്കണം? 130 വരക്കണം. പിന്നെ 180 മൈനസ് 70 110. അതേപോലെ 180 മൈനസ് 60. എങ്ങനെ ഈ 60 കിട്ടിയത്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോൾ ഇവിടെ 50 70 ഉണ്ട്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 50 70 120 ആയി. 180 120 പോയാൽ 60. അപ്പോൾ നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ വരേണ്ട ആംഗിളുകൾ എത്രയൊക്കെയാണ്? 130 110 120. ഇനി നമുക്ക് വരക്കണമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് നമ്മളോട് റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു. അല്ല, അതിനു മുമ്പ് നമുക്ക് എന്താണ് ആംഗിളുകൾ എഴുതാട്ടോ. ഏതൊക്കെ ആംഗിൾ? 50 70 60. ഇതാണ് നമ്മളുടെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് അല്ലെ? 50 70 60. ഓക്കെ, ആ ആംഗിൾസ് നമ്മളവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത് നമുക്ക് ഉള്ളിൽ, സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ആംഗിളുകൾ എത്രയാണ്? 50ഉം 180 50 പോയാൽ 130, 180 70 പോയാൽ 110, 180 60 പോയാൽ 120. ഇതാണ് നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ വരേണ്ട ആംഗിളുകൾ. അപ്പൊ അതും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് സർക്കിൾ വരക്കാം. സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് റേഡിയസ്? 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ റേഡിയസ് എടുത്ത് സർക്കിൾ വരക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു റേഡിയസ് വരക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 130 110 120 ആംഗിളുകൾ അടയാളപ്പെടുത്താൻ പോകണം. ഫസ്റ്റ് 130. ഓക്കെ, 130 വരച്ചു. ഇനി അടുത്തത് 110. ഓക്കെ, 130 110 വരച്ചു. നമുക്കിതിനെ ഒരു ലൈൻ ആക്കിയിട്ട് ഫോം ചെയ്യാം കേട്ടോ. എങ്കിലല്ലേ നമുക്ക് ടാൻജന്റ് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ലൈൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ആംഗിൾ എന്തായിരിക്കും? 120 ആയിരിക്കും. അതും നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാൻജന്റ് വരക്കണം. എല്ലാ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക? ടാൻജന്റ് വരക്കുക. അത് നോക്കിയാൽ ഇവിടെ ലൈനിൽ നോക്കിയാൽ നമുക്ക് അറിയാം കേട്ടോ. ടാൻജന്റ് നമ്മൾ വരക്കാൻ പോകണം. അവിടെ എഴുതിയിട്ടുണ്ട് ടാൻജന്റ്. ആദ്യം ഈ ലൈനിന് ടാൻജന്റ് വരച്ചു. ഓരോ ലൈനിനും നമ്മൾ എന്ത് ചെയ്യണം? ടാൻജന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ആംഗിളൊക്കെ 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഈ ആംഗിൾ 90 ആയിരിക്കും, ഈ ആംഗിൾ 90 ആയിരിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ടാൻജന്റിന് ഈ ആംഗിളുകളൊക്കെ എന്തായിരിക്കും? 90 ഡിഗ്രീസ് ആയിരിക്കും. ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഇവിടെ എ എന്ന് കൊടുത്തു. ഈ പോയിന്റിന് എ എന്ന് കൊടുത്തു. അതേപോലെ ഇനി അടുത്ത പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? പി എന്ന് കൊടുക്കാം. നമ്മുടെ ട്രയാങ്കിളിന് പേര് കൊടുക്കാം കേട്ടോ. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഇതായിരിക്കും നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ആയിരിക്കും നമ്മുടെ ട്രയാങ്കിൾ. ഇപ്പൊ നോക്കിയേ, ഈ ആംഗിളുകൾ നമുക്ക് എഴുതി വെക്കാം. ഇത് 110 ആണെന്നുണ്ടെങ്കിൽ 110ന്റെ എത്ര വരിക? 70. 110ഉം 70 എത്ര ആയിരിക്കണം? 180 ആയിരിക്കും. അപ്പൊ ഇത് 70. ഇനി ഇവിടെ 120 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 120ന്റെ എത്രയാണ്? 60. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 60. ഇനി ഇത് 130 ആണെന്നുണ്ടെങ്കിൽ 130ന് ഓപ്പോസിറ്റ് എത്രയാ? 50. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരച്ചു അല്ലേ? ട്രയാങ്കിൾ ഏതാണ്?
എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ വരച്ചു, അതിനൊരു ഇൻസർക്കിൾ വരച്ചു. ഇൻസർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. ആംഗിളുകൾ ഇതാകണം 50, 70. രണ്ട് ആംഗിളുകൾ ഒന്ന് 50, ഒന്ന് 70 വരണം എന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇൻസർക്കിൾ എന്ന രീതിയിൽ നമ്മൾ വരക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ദ റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ വിത്ത് സെന്റർ O ഈസ് 5 സെന്റിമീറ്റർ. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ പി ബിയുടെ നീളം തന്നിട്ടുണ്ട് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഓക്കെ, ചിത്രത്തിൽ O കേന്ദ്രമായ അർദ്ധവൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്, പി ബി 2 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി എ? പി എയുടെ നീളം കാണണം. ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ പി ക്യു ആർ എസ്? പി ക്യു ആർ എസ് എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഏരിയ കാണണം. പിന്നെ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ വിത്ത് പി എം ആസ് വൺ സൈഡ്. പി എം ഒരു വശമായിട്ടുള്ള ട്രയാങ്കിളിന്റെ സ്ക്വയറിന്റെ പരപ്പളവ് കാണണം. ഓക്കെ, റൈറ്റ് ദ റേഷ്യോ ഓഫ് ദിസ് ടു സ്ക്വയേഴ്സ്. ഈ രണ്ട് സ്ക്വയറുകൾ തമ്മിലുള്ള റേഷ്യോ എഴുതണം. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ രണ്ട് സംയോജനങ്ങളുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എഴുതണം. നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഇതാണല്ലോ. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റേഡിയസ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഏതൊക്കെയാണ്? എ ഒ എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അതേപോലെ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, എ ഒ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒ ബി അല്ലെങ്കിൽ ബി എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അതേപോലെ പി ബി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പി ബി എന്ന് പറയുന്നതും 2 സെന്റിമീറ്റർ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി എ? പി എയുടെ ലെങ്ത് കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ റെഡിങ്കിൽ കാണുന്ന പി എയുടെ, അതിൽ എ ഒ 5 സെന്റിമീറ്റർ ആണ്, ഒ ബിയും 5 സെന്റിമീറ്റർ ആണ്. അതിൽ പി ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഒ ബിയിൽ നിന്ന് 2 കുറച്ചാൽ ഒ പി കിട്ടില്ലേ? അതേപോലെ എ ഒനോട് ഒ പി കൂട്ടിയാൽ നമുക്ക് എന്തായി? എ പി അല്ലെങ്കിൽ പി എയുടെ ലെങ്ത് ആയില്ലേ? അതായത് ഒ എ ഇതുവരെ 5 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ആണ്, ഇത് 2 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അപ്പോൾ പി എയുടെ ലെങ്ത് എന്തായിരിക്കും? 5 + 3 8 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ പി ക്യു ആർ എസ്? പി ക്യു ആർ എസ് ദാ, പി ക്യു ആർ എസ് ദാ, ഈ സ്ക്വയർ ഇതിന്റെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു സർക്കിളിന്റെ ഡയമീറ്ററിനെ ഒരു പോയിന്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത്തുകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്ന ലൈനിന്റെ സ്ക്വയർ റൂട്ടിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി എസ് സ്ക്വയർ, സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ സ്ക്വയറിന് തുല്യമായിരിക്കും, പി എസ് സ്ക്വയറിന് തുല്യമായിരിക്കും. സ്ക്വയർ റൂട്ട് എന്നാൽ റൂട്ട് ഓഫ് പി എസ്. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? പി എ ഇൻറ്റു പി എസ്, പി ബി, പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി എസ് സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ പി എയും പി ബി നമ്മൾ കണ്ടു. പി എ എത്രയാണ്? 8 ആണ്. പി ബി ആണ് എത്രയാണ്? 2 ആണ്. അത് പി എസ് സ്ക്വയർ ആണ്. അപ്പോൾ എത്രയാണ്? 16 പറയുന്നത് പി എസ് സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് പി എസ് കാണാമല്ലോ. പി എസ് എന്തായിരിക്കും? റൂട്ട് 16 അഥവാ 4 സെന്റിമീറ്റർ. പി എസ് എന്ന് പറയുന്നത് എന്താണ്? പി ക്യു ആർ എസ് എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഒരു വശം അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ ആണല്ലോ. ഏരിയ ഓഫ് സ്ക്വയർ പി ക്യു ആർ എസ് എന്തായിരിക്കും? എ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 16 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ വിത്ത് പി എം ആസ് വൺ സൈഡ്. പി എം ഒരു വശമായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പി എം കിടക്കുന്നത് എവിടെയാണ്? ഒ ബി എന്ന് പറയുന്ന സർക്കിളിന്റെ ഡയമീറ്ററിലാണ് പി എന്ന് കിടക്കുന്നത്. ഇത് എന്താണ്? ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഒ പി ഇൻറ്റു പി ബി എന്തായിരിക്കും? പി എം സ്ക്വയർ ആയിരിക്കും. ഒ പി അല്ലെങ്കിൽ പി ഒ ഇൻറ്റു പി എം എന്ന് പറയുന്നത് പി എം സ്ക്വയർ ആയിരിക്കും. ഒ പി എത്രയാണ്? 3 നമുക്കറിയാം. ടോട്ടൽ 5 ആണ്, ഇത് 2 ആയതുകൊണ്ട് ഇത് 3 ആണ്. അപ്പോൾ 3 × 2 പി എം സ്ക്വയർ. ഇതിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ നേരത്തെ എഴുതിയാണ് കേട്ടോ. ഇത് 3 ആണ്, ഇത് 2 ആണ്. അങ്ങനെയാണ് എന്ത് വരുന്നത്? വലിയ സർക്കിളിന്റെ റേഡിയസ് അല്ലേ ഒ ബി എന്ന് പറയുന്നത്? 5. അപ്പോൾ 3 × 2 5. പി ബി നമുക്ക് ആദ്യം തന്നുകൊണ്ടാണ് മറ്റു 3 കിട്ടിയത്. അപ്പോൾ 3 × 2 എത്രയാണ്? 6. അപ്പോൾ പി എം സ്ക്വയർ 6 ആണെന്നുണ്ടെങ്കിൽ പി എം എന്തായിരിക്കും? റൂട്ട് 6 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എം ഒരു വശമായിട്ടുള്ള സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 6 ആണ്. അപ്പോൾ ഏരിയ എന്തായിരിക്കും? സി പി എം ഇവിടെ നമ്മൾ ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, ഒ പി എം ടി എന്തായിരിക്കും? റൂട്ട് 6ന്റെ സ്ക്വയർ ആയിരിക്കും. എന്താണ് റൂട്ട് 6ന്റെ സ്ക്വയർ? എന്നാൽ എന്താ? റൂട്ട് ക്യാൻസൽ ആയിട്ട് വെറും 6 എന്നാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ റേഷ്യോ കാണാനാണ്. ഈ രണ്ട് സ്ക്വയറുകളുടെ ഏരിയകളുടെ റേഷ്യോ കാണാനാണ്. എന്താണ്? രണ്ടിൻ്റെ എന്ത് തന്നാൽ മതി? ഏരിയന് റേഷ്യോ കാണുക. ഒന്ന് 16ഉം ഒന്ന് 6 ആണ്. 16:6, രണ്ടും ഈവൺ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ചെറുതാക്കാം. 8:3 എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് ബിൽഡിംഗ് 20 meter away at an elevation 60 degree. Climbing the top of the tower, he sees in the elevation of 45 degree. ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ അകലെയുള്ള കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 45 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. ഓക്കെ, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി
above facts. ഈ മേൽ പറഞ്ഞിട്ടുള്ള വസ്തു അടിസ്ഥാനമാക്കിയിട്ട് ഏകദേശ ചിത്രം വരക്കണം. then what is the height of the building, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണണം. ഓക്കെ, പിന്നെ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ, ടവറിന്റെ ഹൈറ്റ് കാണണം, ഗോപുരത്തിന്റെ ഉയരം കണക്കാക്കുക. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, റഫ് ഫിഗർ വരക്കാം. ഓക്കെ, √3ന്റെ വാല്യൂ തന്നിട്ട് 1.73 തന്നിട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത് എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ, അതായത് ഒരു മനുഷ്യൻ ടവറിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. ബിൽഡിംഗ് 20 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ബിൽഡിംഗ് 60 ഡിഗ്രി മേൽക്കോണിൽ കാണാണ്. അയാൾ ടവറിന്റെ മുകളിൽ കയറിയപ്പോൾ അത് കാണുന്ന എത്രയാണ്, 45 ഡിഗ്രിയിലാണ്. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, റഫ് ഫിഗർ വരക്കണം. അപ്പോൾ ഒരു ടവറിന്റെ ചുവട്ടിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടവറിനെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി 20 മീറ്റർ അകലെ, അതായത് ഡിസ്റ്റൻസിൽ എന്തുണ്ട്, ഒരു ബിൽഡിങ്. ഓക്കെ, ഒരു ബിൽഡിംഗ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം അയാൾ, ഇപ്പോൾ ഇയാൾ ഈ നീല ലൈന്, കാരണം നമ്മളിവിടെ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ നോക്കിയേ നേരെ അയാൾ പോവുകയാണ്. മനുഷ്യൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അയാൾ ബിൽഡിംഗ് ടവറിന് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ടവറിന് താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, ടവറിന്റെ താഴെ നിന്നും ടവറിന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്ന 60 ഡിഗ്രിയിലാണ്. ഓക്കെ, AB എന്ന് പറയുന്ന നമ്മൾ ബിൽഡിങ്ങിന്റെ പേര് കൊടുത്തു. അതേപോലെ CD എന്ന് പറയുന്ന ടവറും 20 മീറ്റർ അകലെയാണ് ബിൽഡിംഗ് കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി അയാൾ എന്ത് ചെയ്തു, മുകളിലേക്ക് കയറി, ടവറിന്റെ മുകളിലേക്ക് കയറി. അപ്പോൾ അയാൾക്ക് അവിടെ ഒരു നേരെയുള്ള നോട്ടം ഉണ്ടാവും അല്ലേ, സ്ട്രൈറ്റ് വ്യൂ ഉണ്ടാവുമല്ലോ. നമ്മൾ ഏതൊരു വസ്തുവിനും സ്ട്രൈറ്റ് വ്യൂ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ എലിവേഷനും ഡിപ്രഷനും വരക്കുന്നത്, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും, അഥവാ മേൽക്കോണും കീഴ്ക്കോണും വരക്കുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത്, D എന്ന് പറയുന്ന ടവറിന്റെ മുകളിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ഒരു നേരെയുള്ള നോട്ടം ഉണ്ടാവും. അവിടെ നിന്ന് അയാൾ കാണുന്ന ആംഗിൾ എത്രയാണ്, 45 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മളോട് റഫ് ഫിഗർ വരക്കാൻ പറഞ്ഞു. നമ്മൾ റഫ് ഫിഗറും വരച്ചു. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ E എന്നും കൊടുത്തു. ഇതാണ് നമ്മളുടെ റഫ് ഫിഗർ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്നാണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതാണ്, AB. അപ്പോൾ അതിന്റെ ഹൈറ്റ് കാണണം. ഓക്കെ, ഇവിടെ നോക്കിയേ, AB കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 60 ഡിഗ്രി ഉണ്ട്. ആ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം, അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് തന്നിക്കണം. അതായത് എതിർവശം കാണണം, സമീപവശം തന്നിക്കണേ. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും, എതിർവശവും സമീപവശവും ഏതാണ്, ടാൻ അല്ലെ. ഇതിൽ ടവർ എന്ന് പറയുന്നത് CD ആണ്, അല്ലെങ്കിൽ AE എന്ന് പറയാം കേട്ടോ. ടവർ CDയും AE ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടവറിന് അങ്ങനെ പറയാം. ദെൻ ACED പറയുന്നത് എത്രയാണ്, 20 മീറ്റർ ആണ്. ACയും EDയും പറയുന്നത് 20 മീറ്റർ ആണ്, കാരണം ഈക്വൽ ലെങ്ത് ആയിരിക്കുമല്ലോ, പാരലൽ ലൈൻസ് അല്ലേ. അപ്പോൾ ഇവിടെയും 20 ആണ് കേട്ടോ. ഇവിടെയും എത്ര വരിക, 20 ആണ് വരിക. അതേപോലെ ഈ ലെങ്ത് CD എന്ന് പറയുന്നതും EA എന്ന് പറയുന്നതും ഈക്വൽ ആണ്. മാനിന്റെ പൊസിഷൻ എന്താണ്, CD എന്ന് പറയുന്ന രണ്ട് പൊസിഷനിലാണ് മാൻ നിൽക്കുന്നത്. CAB നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം തന്നെ കേട്ടോ. CAB നോക്കിയേ, CAB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് AB കാണണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിക്കണം. എതിർവശം കാണണം, സമീപവശം തന്നിക്കണം. ഏതാണ്, ടാൻ. അപ്പോൾ ടാൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, എതിർവശം ബൈ സമീപവശം. എതിർവശം എന്ന് പറയുന്നത് ഏതാണ്, AB. സമീപവശം എന്ന് പറയുന്നത് AC അല്ലെങ്കിൽ CA. ഇനി നമുക്ക് അതിന്റെ വാല്യൂസ് കൊടുക്കാലോ. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. AB നമുക്കറിയില്ല, AB ആണ് കാണാനുള്ളത്. അപ്പോൾ AB by 20. ഇനി 20ന്റെ അപ്പുറത്ത് കൊടുത്താൽ പോരെ. അപ്പോൾ എന്ത് വരും, √3 × 20. അപ്പോൾ എന്ത് കിട്ടി, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, 20√3 മീറ്റർ ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20√3 മീറ്റർ ആണ്. AB ആണല്ലോ നമ്മളുടെ ബിൽഡിങ് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. ടവറിന്റെ ഹൈറ്റ് കാണാനാണ്. നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, √3 എന്ന് പറയുന്നത് 1.73 ആണ്. നമ്മൾ നേരത്തെ ബിൽഡിങ്ങിന്റെ ഹൈറ്റിന്റെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ 1.73 കൊടുക്കാം. ഓക്കെ, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു CD എന്ന് പറയുന്ന ലെങ്ത്തും AE എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ CD ആണ് നമ്മുടെ ടവർ. അപ്പോൾ CDക്ക് പകരം നമ്മൾ എന്ത് കണ്ടാലും മതി, AE കണ്ടാലും മതി. AB എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് നമുക്കറിയാം. AB എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ EB എന്ന് പറയുന്ന ലെങ്ത് കുറച്ചാൽ പോരെ AE കാണാൻ. ABയിൽ നിന്നും EB കുറച്ചാൽ നമുക്ക് AE കിട്ടുമല്ലോ. AEയും CD ഈക്വൽ ആണ്. അപ്പോൾ ഈ EB കാണണം. EB കാണാൻ നമുക്ക് ഇവിടെ ഒരു 45 ഡിഗ്രി ഉണ്ട്. അതേപോലെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 20 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിയേ, ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിക്കണം. എതിർവശം കാണണം, സമീപവശം തന്നിക്കണം. ഇവിടെ എന്ത് തന്നെയാണ്, ടാൻ 45. EB by DE നമുക്ക് വാല്യൂസ് കൊടുക്കാം. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. EB by 20. ഈ 20നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും,
1 into 20 equal to EB. That is EB equal to 20. EB യുടെ നീളം എന്ന് പറയുന്നത് 20 ആണ്. ഇനി നമുക്ക് ഈ AE കാണാലോ. AE എന്ന് പറഞ്ഞാൽ എന്താ? AB യിൽ നിന്നും EB കുറക്കണം. നമ്മൾ പറഞ്ഞു AE കാണുന്നുണ്ടെങ്കിൽ AB യിൽ നിന്നും EB കുറക്കണം. AB യുടെ വാല്യൂ നമ്മൾ കണ്ടിരുന്നത് എന്താണ്? 20√3 മൈനസ് 20. EB ഇപ്പം നമ്മൾ കണ്ടു. രണ്ടിലും 20 കോമൺ ആയതുകൊണ്ട് 20യെ നമ്മൾ പുറത്തെടുത്തിട്ട് √3 മൈനസ് 1 എഴുതി. √3ന്റെ വാല്യൂ 1.73. അത് കൊടുത്ത് 1.73 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടും? 20 into 0.073. അതായത് 1.73 എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. അപ്പോൾ 0.73 എന്ത് കിട്ടും? 14.60. ഓക്കെ, റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14.60 മീറ്റർ AE. അതായത് ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് എന്താണ്? 14.60 അഥവാ 14.6 മീറ്റർ. ഓക്കെ, ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഡെയിലി വേജസ് ഓഫ് വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ 45 തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ദിവസവേതനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പട്ടികയായി ചുവടെ കൊടുത്തിട്ടുണ്ട്. അതായത് 400 മുതൽ 500 വരെ 8 വർക്കേഴ്സ്, 500 മുതൽ 600 വരെ 11 വർക്കേഴ്സ്, 600 മുതൽ 700 വരെ 10 വർക്കേഴ്സ്, 700 മുതൽ 800 വരെ 7 വർക്കേഴ്സ്, 800 മുതൽ 900 വരെ 9 വർക്കേഴ്സ്, ടോട്ടൽ 45 വർക്കേഴ്സ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ അസ്യൂംഡ് ആസ് ദ വേജ് ഓഫ് 20th വർക്കർ ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദ വേജസ്. ദിവസക്കൂലിയുടെ ആരോഹണ ക്രമത്തിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ സങ്കല്പ പ്രകാരം 20ാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി എത്രയാണ്? അതാണ് ഫസ്റ്റത്തെ ചോദ്യം. ഇനി രണ്ടാമത് കാൽക്കുലേറ്റ് ദ മീഡിയൻ ഡെയിലി വേജസ്. ഡെയിലി വേജ് അതായത് മാധ്യമമായ ദിവസക്കൂലി കണക്കാക്കുക. എല്ലാ ക്വസ്റ്റ്യനിലും ഇത്തരത്തിലുള്ള എല്ലാ എക്സാമിനും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. ചോദിക്കൽ എന്തായാലും ചോദിക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. എല്ലാ എക്സാമിനും ഏത് വർഷത്തെ എക്സാം പേപ്പർ എടുത്ത് നോക്കിയാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. നമ്മളിതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസ്യൂംഡ് വേജ് ഓഫ് 20th വർക്കറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഈ നമുക്ക് തന്നിട്ടുള്ള ടേബിളിൻ്റെ കൂടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഓക്കെ, എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന CF എന്ന് പറയുന്ന ഒരു ടേബിളും കൂടി നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, CF എന്ന് പറയുന്ന ഒരു ടേബിൾ. എന്താണ് CF? നമ്മുടെ നമ്പർ ഓഫ് വർക്കേഴ്സിനെ നമ്മൾ കൂട്ടി പോകണം. ഓക്കെ, 8ന് നേരെ നമ്മൾ 8 തന്നെ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 8ഉം 11ഉം കൂടി ആഡ് ചെയ്യാം. 8ഉം 11ഉം എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 19. അത് നമ്മൾ നേരെ ഇവിടെ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? 19ഉം 10ഉം ആഡ് ചെയ്തിട്ട് അത് നേരെ ഇങ്ങോട്ട് ചെയ്തു 29. അടുത്ത് എന്ത് ചെയ്യണം? 29 7 ആഡ് ചെയ്യുക 36. അടുത്ത് 36 9 ആഡ് ചെയ്യുക 45. നമുക്ക് ഫൈനൽ എന്തായിരിക്കണം? നമ്മുടെ ടോട്ടൽ കിട്ടണം. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുവരുമ്പോൾ നമുക്ക് ഫൈനൽ നമ്മുടെ ടോട്ടൽ തന്നെ കിട്ടും. 8 നേരെ എഴുതിയ പിന്നെ 8ഉം 11ഉം കൂട്ടി 19, 19ഉം 10ഉം 29, 29ഉം 7 36, 36 9 45. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓഡ് നമ്പറാണ്. ഓക്കെ, ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അസ്യൂംഡ്? മീഡിയം കാണുമ്പോഴൊക്കെ നമ്മൾ അസ്യൂംഡ് കാണുക. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും മീഡിയം ക്ലാസ് വരുന്നത്, അല്ലേ? n+1/2. ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ n/2 പ്ലസ് n/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? n+1/2 ആണ്. അഥവാ 45 + 1/2 46/2 23. ഓക്കെ, 23 ആണ്. അതായത് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട് എന്താണ്? 20ാമത്തെ വർക്കറിനെയാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 8 വർക്കേഴ്സിന്റെ എന്താണ്? 400 അല്ലെ? 8 വർക്കേഴ്സിന്റെ 400/500 ആണ്. അത് 8 വർക്കേഴ്സിന്റെ 400/500. നമ്മൾ എന്ത് ചെയ്തു? 23 ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 8 മുതൽ 8 വരെ 1, പിന്നെ 9 തൊട്ട് 19 വരെ 500/600, 19 കഴിഞ്ഞ് 20/29 വരെ അതിലാണ് നമ്മുടെ 23 വരുന്നത്, അല്ലെ? 19 വരെയുള്ളതിൽ 23 വരില്ല. നമ്മളത് വരുന്നതാണ് 19 കഴിഞ്ഞ് 20 തൊട്ട് 29 വരെയുള്ളതിലാണ് നമ്മുടെ 23 വരുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ആ ക്ലാസ്സിനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിവിടെ വേറെ കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സാമിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. ഓക്കെ, മീഡിയം കാണാനുള്ള മാധ്യമ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, 19 വരെയാണെന്നുണ്ടെങ്കിൽ 600 ആണ്. ഓക്കെ, 600നും 700നും ഇടയിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ മീഡിയം ക്ലാസ്സിൽ? 19 വരെ 600. അത് കഴിഞ്ഞ് 20 തൊട്ട് 29 വരെ എത്രയാണ്? 600/700 ആണ്. 600/700 എന്ന് പറയുന്നത് 100 രൂപയാണ്, അല്ലേ? ഡെയിലി വേജസ് റുപ്പീസ് എന്ന് പറയുമ്പോൾ 19 കഴിഞ്ഞ് 20/29 അല്ലെങ്കിൽ 19/29 വരെ എത്ര ഉണ്ട്? ഈ 10 ആളുകളുണ്ട്, അല്ലെ? 19 കഴിഞ്ഞ് 29 വരെ 10 ആളുകൾ. അതായത് ഈ 600/700 ഇടയിൽ 10 ആളുകളുണ്ട്. അതായത് ഈ 100 രൂപയെ നമ്മൾ 10 ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം. എങ്ങനെ? 100 രൂപയെ 10 ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം. അപ്പം എന്ത് വരും? 100/10 എന്ത് വരും? 10. ഓക്കെ,
ഓക്കെ, 100 രൂപയെ 10 ആളുകൾ, 100 രൂപയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഇന്റർവെൽ വരുന്നത്, 10 ആളുകളുണ്ട്, അപ്പോൾ 100/10 കാണുക 10. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, 20ാമത്തെ പേഴ്സൻ്റെ എന്ത് കാണാണ്, വേജ് കാണണം. മിഡ് വാല്യൂ ഓഫ് 600 ആൻഡ് 610, അതായത് 600ഉം 610ന്റെയും മിഡ് വാല്യൂ ആയിരിക്കും എന്ത് വരിക, 20th% വരിക. അതായത് 10നെ നമ്മൾ എന്ത് ചെയ്യണം, 10 ആൾക്കാർക്ക്, 100നെ 10 ആൾക്കാർക്ക് വിധിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് എന്താണ് 10, അതിന്റെ മിഡ് വാല്യൂ ആയിരിക്കും എന്ത് വരിക, 20ാമത്തെ പേഴ്സൻ്റ് വരിക. അതായത് 600നും 610ന്റെയും മിഡ് വാല്യൂ ആയിരിക്കും എന്ത് വരിക, 20ാമത്തെ പേഴ്സൺ വരിക. ആ 10 നമ്മൾ കൂട്ടിയിട്ട് അതിന്റെ മിഡ് വാല്യൂ കറക്റ്റ് നമുക്കറിയില്ലല്ലോ, നമ്മളൊരു അസ്യൂംഡ് അല്ല, അപ്പൊ നമ്മൾ അസ്യൂംഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ മിഡ് വാല്യൂ ഒന്നുകൂടിയും പറയാം. 600 പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് 10 ഒരാൾക്ക് 10 വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പൊ 600നും 610ന്റെയും മിഡ് വാല്യൂ എടുക്കുക 605. ഇതായിരിക്കും നമ്മുടെ 20ാമത്തെ ആളുടെ അസ്യൂംഡ് വേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 100 ആളുകൾ, 100 രൂപ 10 ആളുകൾ, അപ്പൊ 100/10 10 രൂപ ഒരാൾക്ക് വെച്ച് കൊടുക്കണം. അപ്പൊ 20ാമത്തെ പേഴ്സൺ എന്തായിരിക്കും, 600നും 600ലേക്ക് എന്ത് ചെയ്യുക, ഈ 10 കൂട്ടം, നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത് അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ചിലപ്പോൾ വേറെ സംഖ്യകളായിരിക്കും. ഇവിടെ ഈ ക്വസ്റ്റിന് നമുക്ക് എന്താണ് 10 ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും, നമ്പേഴ്സ് മാറുന്നതിനനുസരിച്ച് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 600നും ഈ 10 ആഡ് ചെയ്ത് 610നും ഇടയിൽ 605 ആയിരിക്കും 20ാമത്തെ ആളത്. അടുത്ത് നമ്മളോട് ബി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, മീഡിയം കാണാനാണ്. ഈച്ച് സക്സീഡിങ് പേഴ്സൺ ഇൻക്രീസ്ഡ് ബൈ 10, അതായത് അടുത്ത ഓരോ ആളുകൾക്കും 10 വെച്ച് കൂടും. ഈ മീഡിയൻ വാല്യൂ, അതായത് 20ാമത്തെ ആളത് 605 ആണ്. അപ്പൊ അടുത്ത ആളത് എന്തായിരിക്കും, നമ്മൾ ആഡ് ചെയ്യേണ്ടത് 10 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 10 വെച്ച് ഇങ്ങനെ ആഡ് ചെയ്യണം. ഒരാൾക്ക് 10 വെച്ചല്ലേ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, 20ാമത്തെ പേഴ്സൺ പറയുന്നത് 605ഉം എന്ത് ചെയ്യാം, 10 ആഡ് ചെയ്യാം. 21ാമത്തെ പേഴ്സണ് അല്ല 22ാമത്തെ പേഴ്സണ് അതിലേക്ക് വീണ്ടും 10 ആഡ് ചെയ്യാം. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് പോലെയാണ് പോണത് അല്ലെ. എന്താണ്, ഓരോ 10 വെച്ച് ഇങ്ങനെ സെയിം നമ്പർ ആഡ് ചെയ്ത് പോകണം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 20ാമത്തെ പേഴ്സൺ പ്ലസ് 20 കഴിഞ്ഞ് 23ക്ക് എത്ര ആളുകളുണ്ട്, 21, 22, 23, അതായത് 3 വട്ടം ആഡ് ചെയ്യണം. എന്താണ്, 3 × 10 ചെയ്താൽ പോരെ. ഓക്കെ, 23rd പറയുന്നത് 20ാമത്തെ ആളത് നമുക്കറിയാം എത്രയാണ്, 605 ആണ്. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ട 10 വെച്ച് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ എത്ര വരും, 3 പ്രാവശ്യം 10 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും, 3 × 10 ചെയ്താൽ മതി. ഓക്കെ, 20ാമത് കഴിഞ്ഞിട്ട് 21, 22, 23, അപ്പൊ 605 ആണ് 20ാമത് പ്ലസ് 3 വട്ടം 10 ആഡ് ചെയ്ത് പോകണം. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്, 10. ഇവിടെ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ഇവിടെ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ ആഡ് ചെയ്യുക 10. അപ്പൊ 3 വട്ടം ആഡ് ചെയ്യണം. അപ്പൊ 3 × 10 30. അപ്പൊ 605 + 30 എത്ര വരും, 635. ഇതായിരിക്കും അതിന്റെ മീഡിയൻ വാല്യൂ. ഓക്കെ അല്ലേ. ഹെൻസ് ദ മീഡിയൻ വേജ് ആണ് 635 രൂപ. ഞാൻ അടുത്ത്, the sum of first 21st term of an arithmetic sequence is 140. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിന്റെയും 21ാം പദത്തിന്റെയും സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് എന്നാണ് കേട്ടോ. സോറി, സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st, ആദ്യ പദത്തിന്റെയും 21ാമത്തെ പദത്തിന്റെയും സം എന്ന് പറയുന്നത് 140 ആണ്. ഫസ്റ്റ്, വാട്ട് ഈസ് ദ 11th ടേം, 11ാം പദം എത്ര. റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10, ആദ്യ പദം 10 ആയ ശ്രേണി ഇത്. Calculate the sum of first 11 terms of this sequence. ഈ ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കണക്കാക്കുക. Find the sum of first 11 terms of this sequence 20 of the sequence 20, 25, 30. 20, 25, 30 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, നമുക്ക് സം തന്നിട്ടുണ്ട്. എന്താണ്, സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. നമുക്ക് ഏതായാലോ ഫസ്റ്റ് ടൈമിന് നമുക്ക് x1 എന്നും 21st നമുക്ക് എന്ത് ചെയ്യാം, x1 പ്ലസ് എന്താ 20d എന്ന് എഴുതാം അല്ലെ. ഓക്കെ, x1ഉം x21ഉം ആദ്യ പദവും 21ാമത്തെ പദവും കൂട്ടുമ്പോൾ 140 കിട്ടും. അപ്പൊ നമ്മൾ ആദ്യ പദത്തിന് x1 എന്ന് എഴുതി. അപ്പൊ 21നെ നമ്മൾ സമാന്തര ശ്രേണി പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, x1നോട് കൂടി 20 പട്ടവും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 21 കിട്ടുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് n-1 × d, x1 + n-1 × d. നമ്മൾ nth ടേം കാണാൻ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, x1 പ്ലസ് n-1 × d അല്ലെ, n-1 × d. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, 21ാമത്തെ ടേമിനെ x1 + 20d എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാലോ 2x1 എഴുതാം. 2x1 + 20d. 2 എല്ലായിടത്തുണ്ട്. ഇവിടെ 2 ഉണ്ട്, 20ൽ 2 ഉണ്ട്, 140ൽ 2 ഉണ്ട്. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ 2 എന്ത് കിട്ടും, ഫസ്റ്റത്തേനെ x1നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയതിന്റെ x1 എന്ന് വരും. 20നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് വരും. 140നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 70 എന്ന് വരും. ഇവിടെ നോക്കിയേ, x1 + 10d
x1 പ്ലസ് 20d എത്രയായിരുന്നു? 21ാമത്തെ ടേം. 20 ആണെന്നുണ്ടെങ്കിൽ 21ാമത്തെ ടേം. അപ്പോൾ ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ 11ാമത്തെ ടേം. അപ്പോൾ നമ്മുടെ 11ാമത്തെ ടേം എന്താണ്? 70 ആണ് അല്ലേ? ഫസ്റ്റ് ടേമിനോട് കൂടി 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 11th ടേം ആണ്. നോക്കി 20d എന്ന് പറഞ്ഞാൽ 21, n-1 × d എന്ന് പറഞ്ഞാൽ nth ടേം. അപ്പോൾ 10d എന്ന് പറഞ്ഞാൽ 11th ടേം. നമ്മുടെ 11th ടേം കാണാനാ പറഞ്ഞു. 11th ടേം എന്താണ്? 70. ഇനി എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. അതായത് ഫസ്റ്റ് ടേം 10 ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? സീക്വൻസ് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേം തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്? സീക്വൻസ് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ടേം ഇസ് 10 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x1 10 ആണ്, x11 എന്താണ്? 70 ആണ്. 11ാമത്തെ പദം നമ്മൾ ഫസ്റ്റ് ഡിവിഷനിൽ കണ്ടു 70. ഫസ്റ്റ് പദം 10 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്താ? ഡി കാണാലോ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഏതൊക്കെയാണ്? 70 - 10 by 11 - 1. 70 - 10 60 എന്ന് കിട്ടും. 11 - 1 10 എന്ന് കിട്ടും. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 10 ആണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ പോരെ? 10, 16, 22, 28 ടേം ആയില്ലേ? സീക്വൻസ് ആയില്ലേ? ഇനി അടുത്ത് എന്താണ്? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 11 ടേമിന്റെ സം കാണാൻ. സം ആണ് ഇക്വേഷൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം x1 പ്ലസ് xn. x1 നമുക്കറിയാം എത്രയാണ്? 10 ആണ് അല്ലെ? ഫസ്റ്റ് ടേം നമുക്കറിയാം അല്ലെ? ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. പിന്നെ 11ാമത്തെ ടേം 70 ആണ്. കൊടുക്കുക 11/2 11 ടേം ആണ് അല്ലേ? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 11 ടേംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 11/2 10 + 70 എന്ന് കിട്ടും. 11/2 ഇൻറ്റു 80. 80/2 ചെയ്യാലോ? 40 എന്ന് കിട്ടും. അപ്പോൾ 11 ഇൻറ്റു 40 എന്ന് കിട്ടും? 440. 11 ഇൻറ്റു 40 440. അപ്പോൾ 11 പദങ്ങളുടെ സം എത്രയാണ്? 440. ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദി സീക്വൻസ് 20, 25, 30 എക്സെട്ര. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? ലാസ്റ്റ് ടേം തന്നിട്ടില്ല, 11th ടേം തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു എന്താണ്? സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? 20, 25, 30, 35. n 11 ആണ്. കോമൺ ഡിഫറൻസ് നമുക്കറിയാം എത്രയാണ്? 5 ആണ്. 20, 25 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണല്ലോ. അപ്പോൾ 11 ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് 5 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? Sn = n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. നമുക്ക് ലാസ്റ്റ് ടേം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. n നമുക്കറിയാം എത്രയാണ്? 11 ആണ്. അപ്പോൾ s11 = 11/2 ഇൻറ്റു 2f എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്രയാണ്? 20. അപ്പോൾ 2 ഇൻറ്റു 20 പ്ലസ് n പറഞ്ഞാൽ 11 ആണ്. 11 - 1 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 5 ആണ്. കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. 11/2 അതേപോലെ തന്നെ എഴുതി. 2 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 11 - 1 10 ഇൻറ്റു 5. ഓക്കെ, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം കേട്ടോ. 40 പ്ലസ് 10 എഴുതി വെക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ടേ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബോർഡ് മാസ് നിയമം അനുസരിച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 40 പ്ലസ് 10 ഇൻറ്റു 5 50. അപ്പോൾ 40 പ്ലസ് 50 പറഞ്ഞാൽ 90. 11/2 ഇൻറ്റു 90. 90ന് 2 ആയിരിക്കാലോ? എന്ത് വരും? 45. അപ്പോൾ 11 ഇൻറ്റു 45 495. ഓക്കെ, 495. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ? വക്കുകളുടെ എല്ലാം നീളം 12 സെന്റിമീറ്റർ വരെ സമചതുര കട്ടിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ആരം. അതേപോലെ ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ സ്ഫിയർ. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവും വ്യാപ്തവും കണക്കാക്കുക. അടുത്ത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി കോൺ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. വക്കുകളുടെ എല്ലാം നീളം 12 സെന്റിമീറ്റർ വരെ സമചതുര കട്ടിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപികയുടെ വ്യാപ്തം. നമ്മോട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ പാദവക്കുള്ള നമുക്കൊരു ചിത്രം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാണ്. അതിനൊരു വശം 12 ആണ്. ക്യൂബിന്റെ എല്ലാ വശങ്ങളും സെയിം ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ 4 അതിന്റെ ഫേസുകളിലൊക്കെ ടച്ച് ചെയ്യുന്ന കോണല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, സ്പിയറല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 4 ഭാഗങ്ങളിലും ടച്ച് ചെയ്യുന്ന ഒരു സ്പിയർ ആണ് അതിന് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ അതിന്റെ ഒരു റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ക്യൂബിന്റെ ഒരു വശം തന്നെ ആയിരിക്കും എന്തും വരിക. ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. അത് ക്യൂബിന്റെ ഒരു വശം അല്ലേ?
എഡ്ജ് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ എന്ത് തന്നെ ആയിരിക്കും? അപ്പോൾ സൈഡ് ഓഫ് ദി ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് എന്താണ്? ഡയമീറ്ററിന്റെ പകുതി 6 സെന്റിമീറ്റർ. ഇത് നമ്മളോട് പറഞ്ഞിട്ട് എന്താണ്? സർഫസ് ഏരിയയും കാണണം, വോളിയം കാണണം. സ്പിയറിന്റെ സർഫസ് ഏരിയ എന്താ? 4πr². 4πr². 4 × π, r എത്രയാണ്? 6. 6 ന്റെ സ്ക്വയർ 6 36. 36 × 4 എന്ത് വരും? 144 π സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത് വോളിയം കാണാൻ പറഞ്ഞു. വോളിയം എന്തായിരുന്നു? 4/3πr³ ആണ്. സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആണ്. r എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ എന്തായാലും 4/3π × 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216, 216. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ടും 216 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 216 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? 258 π സെന്റിമീറ്റർ ക്യൂബ്. പൈ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. പൈ അതേപോലെ തന്നെ കിടക്കുക. പൈൻ്റെ വാല്യൂ നമ്മളോട് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പൈ എന്നിട്ട് വെച്ചാൽ മതി. ഓക്കെ, വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബ് ആണ്, അതും കൊടുക്കുക. ഏരിയ അത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 144 π സെന്റിമീറ്റർ സ്ക്വയറും വോളിയം 258 π സെന്റിമീറ്റർ ക്യൂബും. ഇനി അടുത്ത് എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ ഓഫ് മാക്സിമം സൈസ് ക്യാൻ ബി കർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. നേരത്തെ തന്നിട്ടുള്ള അതേ ക്യൂബ് തന്നെ, അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എന്താണ്? കോൺ. കോണിന്റെ സർക്കിൾ എന്തായിരിക്കും? നമ്മുടെ ക്യൂബിൻ്റെ ഇവിടെ ഈ സർക്കിൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. ക്യൂബിന്റെ ബേസിൽ 4 വശങ്ങൾ ടച്ച് ചെയ്യുന്ന സർക്കിൾ ആയിരിക്കും. ഇതിന്റെയും ഡയമീറ്റർ എന്തായിരിക്കും? ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ആയിരിക്കും. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂബിന്റെ ഒരു വശം തന്നെ ആയിരിക്കും 12. അപ്പോൾ അതിന്റെ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 6. ഹൈറ്റ് എത്രയായിരിക്കും? താഴെ തൊട്ട് മുകളിൽ ടച്ച് ചെയ്യുന്നവരെ, അത് ക്യൂബിന്റെ ഒരു എഡ്ജ് അല്ലേ, അതെന്തായിരിക്കും? ഹൈറ്റ് എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, വോളിയം ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വോളിയം എന്താണ്? 1/3πr²h ആണ്. 1/3πr²h ആണ് കോണിന്റെ വോളിയം. അപ്പോൾ 1/3π, r കൊടുത്തു, r-ന്റെ സ്ക്വയർ 36. ഓക്കെ, ഇൻറ്റു 12. അപ്പോൾ എന്ത് വരും? 12 എന്ത് വരും? 12 36ഉം 3ഉം അല്ലേ? 36നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 12 × 3 ആണ് 36 എന്ന് പറയുന്നത് അല്ലേ? 36 എന്ന് പറഞ്ഞാൽ 12 × 3 ആണ് 36. അപ്പോൾ 36/3 12 കിട്ടും. പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പൈ × 12 × 12 144. അപ്പോൾ 144 π സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, 144 π സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ എക്സാമിനും ഇത്തരത്തിൽ നമ്മുടെ മെന്റൽ എബിലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, ഈ താഴെ തന്നുള്ളത് നോക്കിയാൽ റീഡ് ദ ഫോളോയിങ് അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്കൽ ഐഡിയ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക് ഇൻ ഇറ്റ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്കൽ ഐഡിയ ഇൻ ഇറ്റ്. അതായത് നമുക്ക് താഴെ തന്നിട്ടുള്ള വിവരങ്ങൾ വായിച്ചിട്ട് അതിലുള്ള മാത്തമാറ്റിക്കൽ ഐഡിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചൂടെ കൊടുത്തിരിക്കുന്ന ഗണിതാശയം വായിക്കുക, ആശയങ്ങൾ മനസ്സിലാക്കിയ ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്ത് ഓരോ ചോദ്യത്തിനും 1 മാർക്ക്. നമുക്ക് ആശയം എന്താ നോക്കാം. We know that a sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ നമ്പർ കൂട്ടി പോകണത് അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 1 3 5 7. Like this we can form a sequence by starting with any number and multiplying by a fixed non-zero number repeatedly. ഇതേപോലെ തന്നെ നമ്മൾ രൂപീകരിക്കുന്ന വേറൊരു സീക്വൻസ് ആണ്. ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ആഡ് ചെയ്യല്ല, മൾട്ടിപ്ലൈഡ് ബൈ എ ഫിക്സഡ് നോൺ സീറോ. സീറോ അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1 2 4 8. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 number multiplied by 2 given the next number. 1 × 2 2, 2 × 2 4, 4 × 2 8. അപ്പോൾ എന്താ ഇത് കാണാൻ? ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കാണാം. Such sequence are called geometrical sequence. ഇത്തരത്തിലുള്ള സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് geometrical sequence. The common number used to repeated multiplication is called common ratio. നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയും. നമ്മളവിടെ കോമൺ ഡിഫറൻസ്, നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ പറയും കോമൺ റേഷ്യോ. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഐഡിയ. ഇനി ഇതിന്റെ മലയാളം നോക്കാം. മലയാളം പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇംഗ്ലീഷിന് അർത്ഥം പറയുന്ന പോലെ പറയാനില്ല. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി ഇതിൽ ഉപയോഗിക്കുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്ന് നമുക്കറിയാം. ഉദാഹരണം 1 3 5 എക്സെട്ര. ഇതുപോലെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി 0 അല്ലാത്ത ഒരു സംഖ്യ കൊണ്ട് തുടർച്ചയായി ഗുണിച്ച് എഴുതുക നമുക്ക് ശ്രേണി രൂപീകരിക്കാം. ഉദാഹരണം 1 2 4 8. ഇതൊരു സംഖ്യ ഗുണിച്ച് എഴുതിയാണ്ട് ഈ ശ്രേണിയിൽ ഓരോ രണ്ട് സംഖ്യയും 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഓരോ സംഖ്യയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അടുത്ത സംഖ്യ കിട്ടുന്നത്. ഇത്തരം ശ്രേണികളെ സമഗുണിത എന്നാണ് കേട്ടോ. സമഗുണിത എന്നാണ്
സമഗുണിത ശ്രേണികൾ എന്ന് പറയുന്നു. തുടർച്ചയായി ഗുണിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയെ പൊതുഗുണിതം എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? എന്താണ് ജോമെട്രിക്കൽ സീക്വൻസ്? ഒരേ നമ്പർ കൂട്ടി കൂട്ടി പോകുന്നതാണ്. അപ്പൊ കോമൺ റേഷ്യോ ആണല്ലോ, ഗുണിച്ചു പോകുന്നതാണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗുണിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യ. എങ്ങനെയാണ് അപ്പൊ കോമൺ റേഷ്യോ കാണുക? ഇവിടെ നോക്കിയേ, കോമൺ റേഷ്യോ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. കോമൺ റേഷ്യോ എങ്ങനെ കാണുക വെച്ചാൽ ഗുണിക്കാണ് അല്ലെ? കൂട്ടുകയാകുമ്പോൾ നമ്മൾ മൈനസ് ചെയ്തു, അപ്പൊ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. 2/1 എത്രയാ? 2. 4/2 4/2 2. 8/4 2. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. ഓക്കെ ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദി ജോമെട്രിക്കൽ സീക്വൻസ് 1 2 4 8 എക്സെട്ര? 1 2 4 8 എന്ന സമഗുണിത ശ്രേണിയുടെ അഞ്ചാം പദം എത്രയാണ്? ഇവിടെ നോക്കിയേ, 2/, നമുക്ക് ഇതിന്റെ കോമൺ റേഷ്യോ ഒന്ന് കാണാം. 2/1 2, 4/2 2, 8/4 2. അപ്പൊ 2 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ 1 × 2 2, 2 × 2 4, 4 × 2 8, 1 2 3 4 ടേം ഉണ്ട്. അഞ്ചാമത്തെ ടേം ആണെങ്കിൽ എന്താ മതി? 8നോട് 2 ഗുണിച്ചാൽ മതി. 8 × 2 16. ഇനി അടുത്ത്, റൈറ്റ് ദ ജോമെട്രിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ റേഷ്യോ 3. ആദ്യ പദം 2ഉം സമഗുണിത ശ്രേണിയുടെ ആദ്യ പദം 2ഉം പൊതുഗുണിതം 3ഉമായ ശ്രേണി എഴുതുക. 2 പിന്നെ 2 × 3 6 അല്ലെ? കോമൺ റേഷ്യോ തന്നിട്ടുണ്ട് 3 ആണ്. അപ്പൊ എന്ത് വരും? 2 2 × 3 6, 6 × 3 18, 18 × 3 54. അങ്ങനെ പോകും. 3 ഗുണിച്ച് പോയാൽ മതി. 2 × 3 6, 3ന്റെ പട്ടികയിൽ ഇത് 2 × 3 6, then 6 × 3 18, 18 × 3 54. അടുത്ത ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ കോമൺ റേഷ്യോ ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് 3 12 48? 3 12 48 എന്ന സമഗുണിത ശ്രേണിയുടെ പൊതുഗുണിതം 12/3 ചെയ്ത് നോക്കുക. 12/3 എത്രയാണ്? 3ന്റെ ടേബിളിൽ 1 3 3 2 3 6 3 9 4 3 12. അപ്പൊ 4 ആണ്. അപ്പൊ ഇനി 48/12, 12 12 എത്രയാണ്? 24, 24 24 48. ഇവിടെ എത്രയാണ് കിട്ടുക? 48നെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 4 ആണ് കിട്ടുക. ഓക്കെ, ഇതൊരു ജോമെട്രിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റത്തേനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പൊ 12/3 4. ഓക്കെ, ഇനി അടുത്ത്, റൈറ്റ് ദ 10th ടേം ഓഫ് ദി ജോമെട്രിക് സീക്വൻസ്. റൈറ്റ് ദ 10th ടേം ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് 1 - 1 1 1 - 1 1 - 1 എന്ന സമഗുണിത ശ്രേണിയുടെ 10ാം പദം എഴുതുക. ഇവിടെ നോക്കിയേ, ഒന്നാം പദം 1, രണ്ടാം പദം -1, മൂന്നാം പദം 1, നാലാം പദം -1. അതായത് ഈവൺ നമ്പർ വരുമ്പോൾ, ടേമിന്റെ പൊസിഷൻ ഈവൺ നമ്പർ വരുമ്പോൾ -1 ആണ്, ഓഡ് നമ്പർ വരുമ്പോൾ എന്താണ്? 1 ആണ്. ഇനി ശ്രദ്ധിച്ചു നോക്കി, 1 3. അപ്പൊ ഇനി അടുത്ത് എന്താണ്? 1 ആണ് വരിക. പിന്നെ എന്ത് വരും? -1 ആണ് വരിക അല്ലെ? ഇങ്ങനെയല്ലേ പോവാ നമ്മൾ സീക്വൻസ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ 1 ഇവിടെ 1 3 5. ഓക്കെ, ഓഡ് നമ്പർ ആകുമ്പോൾ പോസിറ്റീവ് നമ്പറും ഈവൺ നമ്പർ ആകുമ്പോൾ നെഗറ്റീവ് നമ്പർ ആണ്. രണ്ടാമത്തെ സ്ഥാനത്ത് -1 ആണ്, നാലാമത്തെ സ്ഥാനത്ത് -1 ആണ്, ആറാമത്തെ സ്ഥാനത്ത് -1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 പറയുന്നത് ഈവൺ നമ്പർ അല്ലേ? അപ്പൊ 10ാം സ്ഥാനത്ത് എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ സം ഓഫ് 10 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദിസ് ജോമെട്രിക് സീക്വൻസ്? ഓക്കെ, 1 - 1 1 - 1 എന്ന സമഗുണിത ശ്രേണിയുടെ തുടർച്ചയായ 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഫസ്റ്റത്തെ 2 കൂട്ടുമ്പോൾ എന്തായി? 1 - 1 0 ആയി. അടുത്ത് 1 - 1 എന്തായി? 0 ആയി. 1 + -1 ആണ് 1 - 1 0, 1 - 1 0. അങ്ങനെ 10 വരെ പോലെ ആ 10 നമുക്ക് ഈക്വൽ ആയിട്ട് 5 ജോഡികളാക്കി തിരിക്കാം. 1 2 ഒരു ജോഡി, 3 4 ഒരു ജോഡി, 5 6 ഒരു ജോഡി, 7 8 ഒരു ജോഡി, 9 10 ഒരു ജോഡി. അപ്പൊ നമുക്ക് എന്തായിരിക്കും സമ്മ്? എല്ലാ ജോഡിയുടെയും സമ്മ് 0 ആണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? 0. കാരണം 1 - 1 ആണ്, 0 ആയി പോകൂലേ? അടുത്ത്, which of the following numbers will not be a term of any geometric sequence? ഏത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സമഗുണിത ശ്രേണിയുടെ പദമാകാത്ത സംഖ്യ? പദമാകാത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം നമുക്ക് എന്താണ്? നോൺ സീറോ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ജോമെട്രിക് സീക്വൻസിന് നമ്മൾ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഐഡിയ പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്? സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 0 വരാൻ പാടില്ല എന്നല്ലേ? അപ്പൊ ഇവിടെ ഏതായിരിക്കും? 0. സമഗുണിത ശ്രേണിയുടെ പദമാകാത്ത സംഖ്യ ഏതാണ്? 0. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ
ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇതിന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ 21 ക്വസ്റ്റ്യൻ ചെയ്തു, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് പാർട്ടിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഈ ലാസ്റ്റ് മാത്തമാറ്റിക്കൽ ഐഡിയ പല രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇപ്രാവശ്യം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ജോമെട്രിക്കൽ സീക്വൻസ് വെച്ചിട്ടാണ് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, ബൈ, സീ യു.